ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഏകദേശം 1-2 ആഴ്ച മുന്നേ ഞാൻ തന്നെ നമ്മുടെ ജീപ്പിൻ്റെ ഒരു പുതിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇവരുടെ പുതിയ അബോവ് 4 മീറ്റർ കോമ്പാക്ട് SUV പറ്റിയായിരുന്നു. അങ്ങനെ ജീപ്പിൻ്റെ സ്റ്റെല്ലാൻഡിസിൻ്റെ ഒഫീഷ്യൽസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ സിട്രോയിൻ്റെ C3 എയർക്രോസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അബോവ് 4 മീറ്റർ കോമ്പാക്ട് SUV ഇന്ത്യക്ക് വേണ്ടി മാക്സിമം ലോക്കലൈസ് ചെയ്തിറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം സിട്രോയിൻ്റെ CMP അതായത് കോമൺ മോഡിലെ പ്ലാറ്റ്ഫോം ഓൾറെഡി മാക്സിമം 93% അടുത്തൊക്കെ ലോക്കലൈസേഷൻ അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ വേണമെങ്കിൽ ജീപ്പിന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ജീപ്പിൻ്റേതായിട്ടുള്ള ഡിസൈനും പുതിയ ഫീച്ചേഴ്സും ഇൻറ്റീരിയറൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉള്ളൊരു വാഹനം ഒരു ഡീസൻറ്റ് പ്രൈസ് പോയിൻ്റിൽ ഇറക്കുക എന്ന് പറയുന്നത്. ഈവൻ ദോ C3 എയർക്രോസ് നമുക്ക് 10 lakhsലാണ് തുടങ്ങുന്നതെങ്കിലും ജീപ്പ് ഇറക്കി ഒരു 11-12 ലക്ഷം രൂപയിലൊക്കെ ഇറക്കി അത്യാവശ്യം നല്ലൊരു പാക്കേജായിട്ട് കൊടുക്കുകയാണെങ്കിലും ആൾക്കാർ തീർച്ചയായും വാങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം പണ്ട് കോമ്പസ് 15 lakhsലായിരുന്നു ആദ്യം ഇറങ്ങിയത്. അത് ആൾക്കാർ നല്ല രീതിയിൽ തന്നെ വാങ്ങിയായിരുന്നു. ഇപ്പോൾ പക്ഷേ കോമ്പസിൻ്റെ പ്രൈസ് നമുക്കറിയാം ഒരുപാട് മുകളിലേക്ക് പോയിട്ടുണ്ട്. 20 lakhsന് അടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ ഈ അടുത്ത് ജീപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജീപ്പ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പുറത്തു വിടുന്നതെന്ന് എനിക്കറിയില്ല. ആൻഡ് ഇവർ പൊതുവെ ചെയ്യാറുള്ള കാര്യങ്ങളൊന്നും, അതായത് പറയാറുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്യാറുമില്ല. അതാണ് ജീപ്പിന് ഇന്ത്യയിൽ ഇതുവരെയുള്ള പൊതുവെയുള്ള ട്രാക്ക് റെക്കോർഡ്. നിങ്ങൾക്കറിയായിരിക്കും അവർ പണ്ട് ജീപ്പ് ജൂനിയർ എന്ന് പറഞ്ഞൊരു SUV ഒക്കെ പറഞ്ഞതാണ്. 2021 തോന്നുന്നു. അതൊക്കെ അവർ ഇടയ്ക്ക് വെച്ച് തുടങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാൻസൽ ചെയ്തു. ഇതുപോലെ പല പല പ്രൊജക്റ്റുകളും അവർ ആദ്യം ഒന്ന് തുടങ്ങി വെക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയും ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ഇവാലുവേറ്റ് ചെയ്തു, പക്ഷേ ഈ വണ്ടി ഇവിടെ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് ക്യാൻസൽ ചെയ്യും. മറ്റേ ജീപ്പ് ജൂനിയറിൻ്റെ കേസ് അവർ ക്യാൻസൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പം കൂടുതൽ പ്രീമിയം റേഞ്ചിലെ വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോഴേ ഞങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് മാർജിൻ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അത് സിട്രോയിന് പറ്റിയത് അത് തന്നെയാണ്. അവരിവിടെ വന്നു ലോക്കലൈസ് ചെയ്ത് 2 വണ്ടികൾ ഇറക്കി. ഇപ്പോൾ C3 എയർക്രോസും ഇനിയിപ്പോൾ C3X വരുന്നുണ്ട്. അതിപ്പോൾ മാർച്ച് 27 അൺവീലൊക്കെ ഉണ്ട്. അതിൻ്റെ ആ അൺവീൽ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ലോഞ്ചൊക്കെ മിക്കവാറും 5-6 മാസം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. എന്തായാലും സിട്രോയിൻ ഇറക്കുന്ന കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികൾ, അതായത് അണ്ടർ 10 അല്ലെങ്കിൽ ഒരു അണ്ടർ 15 lakhsൽ നിൽക്കുന്ന വണ്ടികളായതുകൊണ്ട് അതിന് തീർച്ചയായും ജീപ്പൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം പ്രോഫിറ്റ് മാർജിൻസ് വളരെ കുറവാണ്. പക്ഷേ സെയിൽസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ജീപ്പും സിട്രോയിനും ഏകദേശം കണക്കാണ്. എന്ന് വെച്ചാൽ ഇപ്പം സിട്രോയിന് ഒരു മാസം ഏകദേശം 500, 550, 600 റേഞ്ചിലൊക്കെ സെയിൽസ് കിട്ടാറുള്ളൂ. ജീപ്പിനും ഏകദേശം ആ റേഞ്ചിലൊക്കെ തന്നെ സെയിൽസ് കിട്ടാറുള്ളൂ. ഇതൊക്കെ സ്റ്റെല്ലാനസ് ഗ്രൂപ്പിന് അണ്ടറിൽ വരുന്ന 2 കമ്പനികളാണ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്കിപ്പം ഇന്ത്യയിൽ സ്റ്റെല്ലാനസ് ഗ്രൂപ്പിൽ അണ്ടറിൽ വരുന്ന അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള 2 കമ്പനികൾ ഇത് 2 മാത്രമേ ഉള്ളൂ. സത്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 വണ്ടികളും കൂടെ ഏറ്റവും താഴത്തെ പൊസിഷന് വേണ്ടി മിക്ക മാസം അടിപിടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ സിട്രോയിൻ ജീപ്പിനെ വെട്ടിച്ച് 13th പൊസിഷനിൽ വരും, ചില സമയത്ത് ജീപ്പ് സിട്രോയിനെ വെട്ടിച്ച് 13th പൊസിഷനിൽ വരും. അങ്ങനെ ഭയങ്കര മത്സരമാണ്, കടുത്ത മത്സരത്തിലാണ്. പക്ഷേ സംഭവം ഓൾമോസ്റ്റ് സെയിം സെയിൽസ് ഫിഗർ ആണെങ്കിലും ജീപ്പിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും ഉറപ്പായിട്ടും. കാരണം അത്യാവശ്യം നല്ല വിലയുള്ള വണ്ടികളാണല്ലോ. സിട്രോയിൻ അത്രയൊന്നും കിട്ടില്ല, വളരെ കുറവ് പ്രോഫിറ്റ് മാർജിന് മിക്കവാറും അവർക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. എനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇവരുടെ പുതിയ വണ്ടിയെ പറ്റിയാണ്. ഈ പുതിയ വണ്ടി എന്ന് പറയുമ്പം ഇത് സത്യം പറഞ്ഞാൽ എത്രത്തോളം അവർ ഇറക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. കുറേ ന്യൂസ് ഇപ്പോൾ വരുന്നുണ്ട് ഇങ്ങനെ ഒരു വണ്ടി അവർ കൺസിഡർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പം ഈ ഒരു പ്രൊജക്റ്റ് അവർ ആക്സ് ചെയ്ത് കളയാനാണ് സാധ്യത കൂടുതലും ഉള്ളത്. ഇറക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. നമുക്കറിയാം ഇന്ത്യയിൽ റാംഗ്ലർ ഉണ്ട്, ജീപ്പിൻ്റെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഓഫറിംഗ് ആണ്. പുറത്തത്ര പ്രീമിയം ഓഫറിംഗ് അല്ല എങ്കിലും ഇന്ത്യയിൽ ആ വാഹനം CKD ആയിട്ടൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഹൈ പ്രൈസ് കൊടുത്താൽ മാത്രമാണ് ആ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റുള്ളൂ. റാംഗ്ലറും റൂബിക്കോണും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ അതിൻ്റെ തന്നെ ഒരു 3 door വേർഷൻ പോലത്തെ വാഹനം, അത് തന്നെ അല്ല, പ്ലാറ്റ്ഫോം ഒന്നും സെയിം ആയിരിക്കണം എന്നില്ല. പക്ഷേ എന്നാൽ ഇപ്പം വന്നിരിക്കുന്ന റിപ്പോർട്ട്സ് എന്താണെന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് താറിൻ്റെ ഒക്കെ ഫോർമുലയിലുള്ള ഒരു ജീപ്പിൻ്റെ അത്യാവശ്യം റഗഡ് ലുക്കുള്ള ഒരു SUV അത് ഇവിടെ വരും എന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം താറിൻ്റെ പ്രൈസ് പോയിന്റിൽ ജീപ്പ് ഒരു വണ്ടി ഇറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈസ് പോയിന്റിലുള്ള മറ്റെല്ലാ വണ്ടികളും പിന്നെ ആരെങ്കിലും വാങ്ങുമോ എന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യം വരുന്നത്. കാരണം ആ ഒരു പ്രൈസ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അടുത്ത് ജിംനി വന്നു, അതുപോലെ ഗൂർഖ അവിടെ ഉണ്ടായിരുന്നു. ഗൂർഖയുടെ പിന്നെ പുതിയ ജനറേഷൻ മോഡലൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. അതുപോലെ താറാണ് ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള വാഹനം. ഈ 3 വണ്ടികളും ടോട്ടലി പോയിന്റ്ലെസ് ആയി പോകും. കാരണം ജീപ്പിൻ്റെ ഒരു വണ്ടി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പ് ഓൾറെഡി അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള വണ്ടികളാണ് ഇറക്കാറുള്ളത്. ഇപ്പോൾ റാംഗ്ലറൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ മറ്റ് വണ്ടികൾ സ്ട്രഗിൾ ചെയ്യുന്ന സ്ഥലത്തൊക്കെ റാംഗ്ലർ ചുമ്മാ കൂളായിട്ട് നടന്ന് കയറി പോകുന്നത് നമുക്ക് പല വീഡിയോസിലും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇവരൊരു വണ്ടി ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായും കേപ്പബിലിറ്റീസിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇത് ഒരു ലാഡർ ഫ്രെയിം ഷാസിയുള്ള 4x4 വാഹനമായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലാണ്ടൊരു സോഫ്റ്റ് ടൈപ്പ് വാഹനമായിരിക്കില്ല. എന്ന് വെച്ചാൽ കോമ്പസ് പോലത്തെ ഒരു വണ്ടി ആയിരിക്കില്ല. പിന്നെ ഇതിൻ്റെ പ്ലേസ്മെൻറ്റും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോമ്പസിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. പക്ഷേ എന്നാൽ ഇവരിനി ഇറക്കാൻ പോകുന്ന C3 ബേസ്ഡ് SUV ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മുകളിലത്തെ രീതിയിലായിരിക്കും പ്ലേസ് ചെയ്യാൻ പോകുന്നതാണ്. പക്ഷേ പ്രൈസിങ് ഓൾമോസ്റ്റ് താറുമായിട്ട് കോമ്പറ്റേറ്റീവ് ആയിരിക്കും.
എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ താർ ഇപ്പം അതിൻ്റെ റിയർ വീൽ ഡ്രൈവ് 10 ലക്ഷം രൂപയ്ക്ക് തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജീപ്പിൻ്റെ പുതിയ SUV 10 ലക്ഷം രൂപയ്ക്ക് വരുമെന്ന് വിചാരിക്കരുത്. ഏകദേശം ഒരു 18 to 20 ലാക്സിനടുത്തൊക്കെ പ്രതീക്ഷിച്ച് പൊക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത് ആ ഒരു പ്രൈസ് പോയിന്റിൽ വരികയാണെങ്കിലും ആ വണ്ടി അത്യാവശ്യം വർത്താണെന്നുള്ളതാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ജീപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വാല്യൂ ഇന്ത്യയിൽ തീർച്ചയായും അതിനുണ്ട്. പിന്നെ അവർ ഇതുവരെ ഇന്ത്യയിൽ അങ്ങനെ ഭയങ്കര ബഡ്ജറ്റ് ഓഫറിങ്സ് ഒന്നും ഇറക്കിയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അവരുടെ ഒരു വണ്ടി ഈ പ്രൈസ് പോയിന്റിൽ വരിക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. പിന്നെ റാംഗ്ലറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പൊതുവേ ഇത് താറല്ലേ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കാറുണ്ട്. അതൊക്കെ തീർച്ചയായും ഈ വണ്ടി വരികയാണെങ്കിലും സംഭവിച്ചു കൂടായികയൊന്നുമില്ല. പിന്നെ ഓൾറെഡി പുറത്തൊക്കെ 3 ഡോർ റാംഗ്ലർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 3 ഡോർ റാംഗ്ലറും ഉണ്ട്, അതിൻ്റെ തന്നെ റൂബിക്കോൺ വേർഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ അവർ 5 ഡോറേ കൊണ്ടുവരുന്നുള്ളൂ എന്ന് മാത്രം. ഇത് പിന്നെ റാംഗ്ലറിൻ്റെ 3 ഡോർ വേർഷൻ അവർ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്ന പരിപാടിയൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊക്കെ കൊണ്ടുവരാനാണെങ്കിൽ ഇപ്പോൾ റാംഗ്ലർ 60 ലാക്സിനാണ് കിട്ടുന്നതെങ്കിൽ ഈ വണ്ടി ചിലപ്പോൾ നമുക്കൊരു 50 ലാക്സിന് കിട്ടുമായിരിക്കും. അതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. എനിവേ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു വണ്ടിയുടെ ഒരു പ്രസൻസ്, അതായത് അവരിത് ഇവാലുവേറ്റിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളൊരു ന്യൂസാണ് കിട്ടിയിരിക്കുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, ഇത് വരും എന്നുള്ള കൂടുതൽ ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട, ഒരു നോർമൽ എക്സ്പെക്റ്റേഷനൊക്കെ മതി. പക്ഷേ മറ്റേ വണ്ടി ഞാൻ പറഞ്ഞ C3 എയർക്രോസ് ബേസ്ഡ് ആയിട്ടുള്ള SUV അത് കമ്പാരിറ്റീവ്ലി പിന്നെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി അവർക്ക് ഇവിടെ പ്ലാറ്റ്ഫോം ഉണ്ട്. അതുപോലെ തന്നെ സിട്രോയിൻ അത് ഇവിടെ മാക്സിമം ലോക്കലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ജസ്റ്റ് അവർ വണ്ടി എടുക്കുക, ജീപ്പിൻ്റേതായിട്ടുള്ളൊരു ഡിസൈൻ കൊടുക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിട്രോയിൻ കാണിച്ചൊരു വലിയ മണ്ടത്തരാണ്, വണ്ടികൾ ഇനീഷ്യലി ഇറക്കുന്ന സമയത്ത് ഫീച്ചേഴ്സ് ഭയങ്കര മോശമായിട്ട് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അവരിങ്ങനെ ചെറിയ ചെറിയ അപ്ഡേറ്റിലൂടെ പുതിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് വരും. ഇനിയിപ്പോൾ മിഡ് 2024 അപ്ഡേറ്റ് വരുന്നുണ്ട് C3യിലും C3 എയർക്രോസിലും. അതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്യുമെന്ന് പറയുന്നു. അതായത് ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് പോലും കിട്ടാത്ത ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് അവർ കൊടുക്കും. പിന്നെ 2025 ഈ പറയുന്ന C3യുടെയും C3 എയർക്രോസിൻ്റെയും ഫേസ് ലിഫ്റ്റും വരുന്നുണ്ട്, ചെറിയ ഡിസൈൻ ചേഞ്ച് ഒക്കെ വെച്ച്. അപ്പോൾ അത്രയും ലേറ്റ് ആക്കിയിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. അത് ഓൾറെഡി ജീപ്പ് വണ്ടി ഇറക്കുമ്പോൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു വാഹനത്തിന് ഇവർക്ക് വലിയൊരു സക്സസ് ആയി എടുക്കാൻ പറ്റും. അതായത് പണ്ട് കോമ്പസ് ഒക്കെ വന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര ഒരു സംഭവം കിട്ടിയിരുന്നു. അതായത് ജീപ്പിൻ്റെ വണ്ടി ഭയങ്കര കുറഞ്ഞ വിലയിൽ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്ക് വേണമെങ്കിൽ ഇനിയും ഈ ഒരു വാഹനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അതിനവർ വണ്ടി ഇറക്കണം, അതാണ് ജീപ്പിൻ്റെ പ്രശ്നം. ഈ ജീപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്ത്യയിൽ മടിയാണ്. അവരൊന്നും ചെയ്യില്ല. ആദ്യം ഒരു വണ്ടി ഇറക്കും, ഇപ്പോൾ കോമ്പസ് ഒക്കെ ഇറക്കിയിട്ട് 2017 ഇറക്കിയതാണ്. അതായത് 7 വർഷമായി വണ്ടി ഇറക്കിയിട്ട്. ഇതുവരെ അത് കഴിഞ്ഞിട്ട് അവർ ഒറ്റൊരു പുതിയ മോഡൽ പോലും ഇറക്കിയിട്ടില്ല. ഓക്കെ, ഇറക്കിയിട്ടുണ്ടാവും, പുതിയ ഗ്രാൻഡ് ചെറോക്കിയുടെ അപ്ഡേറ്റഡ് മോഡൽ ഇറക്കി. പിന്നെ എന്താ റാംഗ്ലർ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതൊന്നും ഒരു വണ്ടിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഐ മീൻ ഓക്കെ, നല്ല വണ്ടികളൊക്കെയാണ്, പക്ഷേ അത്യാവശ്യം ഹൈ പ്രൈസ് പോയിന്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടികളും നമുക്കൊരു 20 ലാക്സിന് താഴെ കിട്ടുന്ന വണ്ടികളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം ഇനി ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുറച്ച് കാലമൊക്കെ കടിച്ചു പിടിച്ച് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ തന്നെ ഉപേക്ഷിച്ച് തുടങ്ങും. അതിപ്പോൾ തന്നെ പതുക്കെ ഉപേക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിവേ, ഇതാണ് പുതിയ ജീപ്പിൻ്റെ വണ്ടിയുടെ അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.